ശ്വേതാ മേനോന്റെ പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ രമേശ് പിഷാരടി. താരസംഘടനയായ അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ രമേശ് പിഷാരടി. തന്റെ പൊതുപ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നും തനിക്കെതിരായ ശ്വേതാ മേനോന്റെ പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും പിഷാരടി പറയുന്നു. തനിക്കെതിരെ നിയമപരമായ ഒരു കാരണവും പരാതിയിൽ വ്യക്തമാക്കിയിട്ടില്ല. അമ്മയുടെ രേഖകളോ അധികാരമോ ഒരിക്കലും ഏറ്റെടുത്തിട്ടില്ല. എറണാകുളം മുൻസിഫ് കോടതിയിലാണ് സത്യവാങ്മൂലത്തിൽ ഇക്കാര്യങ്ങൾ ഉള്ളത്. അംഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാനാണ് താൻ അഡ്ഹോക് കമ്മിറ്റി അധ്യക്ഷനായത്. തൊട്ടടുത്ത ദിവസം തന്നെ താൻ പിന്മാറി. ചുമതല തനിക്ക് യോജിച്ചതല്ലെന്ന് ബോധ്യപ്പെട്ടിരുന്നുവെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ശ്വേതാ മേനോൻ അമ്മയിൽ നിന്ന് രാജിവെച്ചതാണ്. എന്നാൽ അമ്മയുടെ മിനിറ്റ്സ് ബുക്കടക്കം രേഖകളൊന്നും കൈമാറിയിട്ടില്ലെന്നും രമേശ് പിഷാരടി ചൂണ്ടിക്കാട്ടി. തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് പിഷാരടി സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ നിന്ന് പിന്മാറുന്നതായി പിഷാരടി കോടതിയെ അറിയിച്ചു. അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ ഇനി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്ന് രമേശ് പിഷാരടിയുടെ അഭിഭാഷകൻ എറണാകുളം മുൻസിഫ് കോടതിയെ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു. നേരത്തെയും വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങളിലൂടെ താൻ പിന്മാറുകയാണെന്ന് രമേശ് പിഷാരടി വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇപ്പോൾ ജുഡീഷ്യൽ പ്രക്രിയയുടെ ഭാഗമായി ഔദ്യോഗികമായി തന്നെ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അഡ്ഹോക് കമ്മിറ്റിയുടെ തലപ്പത്ത് നിന്നും സ്വമേധയാ തന്നെ ഒഴിഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടെന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്ത് 1 മണിക്കൂറിന് ശേഷം പാലക്കാട്ടേക്ക് മടങ്ങിയെന്നും പിഷാരടി പറയുന്നു. അതിനുശേഷം അമ്മയിൽ എന്തൊക്കെ ഉണ്ടായെന്നറിയില്ല. പിന്നീട് ശ്വേതാ മേനോന് നേരെ കണക്കുകൾ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയർന്നു. തുടർന്ന് ശ്വേത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെക്കുകയാണെന്ന് അറിയിച്ച ശേഷം സ്ഥലത്തു നിന്നും പോയെന്ന് ചില മുതിർന്ന അംഗങ്ങൾ വിളിച്ചു പറഞ്ഞു. പ്രസിഡന്റും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ച സാഹചര്യത്തിൽ അടുത്ത കമ്മിറ്റി വരുന്നതുവരെ താൽക്കാലികമായി ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയാണെന്നും മുതിർന്ന അംഗങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇതിന് നേതൃത്വം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ സംഘടനയുടെ നല്ലതിനു വേണ്ടി അക്കാര്യം സമ്മതിച്ചു. ഇതിന്റെ പിറ്റേന്ന് അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗം ചേർന്നിരുന്നു. തുടർന്നാണ് ഈ പദവി തനിക്ക് ചേരില്ലെന്ന് മനസ്സിലായത്. പ്രത്യേകിച്ച് MLA ആയിരിക്കുന്ന സാഹചര്യത്തിൽ അഡ്ഹോക് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കാൻ തന്നോട് പറഞ്ഞ മുതിർന്ന അംഗങ്ങളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ രേഖകളോ മിനിറ്റ്സോ കൈപ്പറ്റുകയോ കൈവശം വയ്ക്കുകയോ ചെയ്തിട്ടില്ല. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെയാണ് ശ്വേതാ മേനോൻ തന്നെ എതിർകക്ഷിയാക്കി കേസ് കൊടുക്കാനിരിക്കുന്നതും വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതും. ഈ സാഹചര്യത്തിൽ കേസിൽ എതിർകക്ഷിയാക്കാനുള്ള യാതൊരു സാഹചര്യവുമില്ലെന്നും പിഷാരടി പറയുന്നു.